ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാർ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു സർക്കാരിന് എങ്ങനെ ആയുധധാരികളായ ആളുകൾക്ക് പിന്തുണയും അഭയവും നൽകാൻ സാധിക്കുമെന്നും അമിത്ഷാ ചോദിച്ചു. ഭൂപേഷ് ബാഗേലിന്റെ സർക്കാർ ഛത്തീസ്ഗഡിനെ ഭീകര സംസ്ഥാനമാക്കി മാറ്റിയെന്ന വിമർശനം. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമർശനം ഏത് തരത്തിലാണ്? ഛത്തീസ്ഗഡിന്റെ യഥാർത്ഥ അവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഛത്തീസ്ഗഡ് പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ എങ്ങനെ ഒരു ഭീകര സംസ്ഥാനമായി മാറ്റി എന്നുള്ളതാണ്. കോൺഗ്രസ് സർക്കാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്നുകൊണ്ട് വളരെ കൃത്യമായി തന്നെ അറിയാം യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡ് ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നുള്ളത്. സർക്കാർ തന്നെ ഇത്തരം മാവോയിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ്. എങ്ങനെയാണ് ഒരു സർക്കാരിന് ഇത്തരം ആയുധധാരികൾക്ക് പിന്തുണ നൽകാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ അദ്ദേഹം റായ്പൂരിൽ നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉടനെ അവസാനിക്കാൻ പോവുകയാണ്. ഇത്തരം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളാണ് മാവോയിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്നതെന്നും അമിത്ഷാ റായ്പൂരിൽ വ്യക്തമാക്കി. മാത്രമല്ല, ഓരോ സംസ്ഥാനത്തും ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് ആന്ധ്രാപ്രദേശിൽ നേരത്തെ എങ്ങനെയായിരുന്നോ കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല ഭരണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മാവോവാദികൾ വിളയാടിയത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് ഭരണത്തിൽ ഇരുന്നപ്പോൾ എങ്ങനെയാണ് മാവോയിസ്റ്റുകളുടെ ഒരു സമീപനം അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എങ്ങനെയാണ് സർക്കാരിനെതിരെ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായത്. ഏതായാലും പ്രധാനമായും ഛത്തീസ്ഗഡിനെതിരെയാണ് വിമർശനം ഉയർന്നത്. ഛത്തീസ്ഗഡിനെ ഒരു ഭീകര സംസ്ഥാനമാക്കി മാറ്റിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനമായി മാറിയിരുന്നത് അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപനം മൂലമാണ്, അല്ലെങ്കിൽ സർക്കാർ തന്നെ പിന്തുണ നൽകിയിട്ടാണ് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ റായ്പൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സൂചിപ്പിച്ചത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.